എന്നാ വന്നത്? പാത്രം എടുക്കാൻ വന്നാണോ? അവനായിരിക്കുമോ പാല് വീടൊക്കെ നോക്കി വെച്ചിട്ട് രാത്രി മോഷ്ടിക്കാണ്ട് ഇറങ്ങി വന്നിരിക്കുവാണോ? എവിടുന്ന് വരുന്നേ? रोहन एक चाय दे दो यार उसे, देखो बहुत टाइम से खा रहा है। एक चाय एक केला दे दो भैया। चाय ले लो। बेटो किधर से आ रहा है? किधर से आ रहा है? किधर से आ रहा है? हिंदी मालूम? എവിടുന്ന് വരുവാ? പൈസ ഉണ്ടോ കയ്യില്? വണ്ടിക്കൂലി ഉണ്ടോ? അത് വെച്ചോ. ഇത് കഴിക്കേ, കഴിച്ചോ, കഴിക്കേ, കഴിക്കേ. നല്ല ചായ കേട്ടേ, രണ്ട് വിത്തൗട്ടേ. അവൻ ചേട്ടാ അടിച്ചെടുത്തു, രണ്ട് വിത്തൗട്ട് ചായ. ചായ എനിക്കൂടെ ഒരു ചായ. ഇങ്ങനെ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചന്റെ ഒരു പോകാറുണ്ട്. എവിടെ ഉള്ളതെന്നറിയാം. തോന്നാ ഒരു കുപ്പി വെള്ളം. അവൻ ചേട്ടാ ആ വെയിറ്റേഴ്സിൽ ഒരാളെ തളർന്ന് കിടക്കും. ഒരു ചായയും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തേ. ആ വെയിറ്റേഴ്സിൽ ഒരു അപ്പച്ചൻ അവിടെ ഇതിൽ കിടക്കുന്നു. തല ഇറങ്ങി ആരാന്നറിയില്ല. നമുക്ക് ഈ ചായ ബിസ്ക്കറ്റ് കൊണ്ട് കൊടുക്കാം. എന്ത് പറ്റി? വെള്ളമെല്ലാം കുടിച്ചു. എന്നാ ചായ കുടിക്കും. കുടിക്കൂ, പേടിക്കണ്ട. ചായ കുടിക്കും. അച്ഛാ എവിടുന്ന് വരുമോ? നിങ്ങൾക്ക് അറിയാവോ? പുതറ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മക്കളൊക്കെ ഉണ്ടോ? അപ്പച്ചനെ സേഫായിട്ട് വീട്ടിൽ കൊണ്ടുവരാത്താം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്താം. അല്ലേ? പേടിക്കണ്ട, ആരും ഉപദ്രവിക്കാൻ വന്നതല്ല. ഇവിടെ വന്നെങ്ങനെ? നിന്നോ നടന്നോ? ക്ഷീണം കാണും. ആ നിന്നോ. പക്ഷേ അപ്പച്ചന്റെ മോനെന്നാ ജോലിയൊക്കെ? ജോലി എന്നാ മോന്? നമ്മളൊരു കാര്യം ചെയ്യാം. നമുക്ക് രാഹുലിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടേ അവന്റെ വാട്സപ്പിൽ നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ സ്കൂട്ടും കാര്യങ്ങളും എല്ലാം കിട്ടും. എന്നെ രായപ്പാ ഇതിന്റെ പ്രശ്നം രണ്ടു മൂന്ന് സമയത്ത് ഇങ്ങനെ കറങ്ങി നടക്കുവാ. ഈ പുള്ളിയെ ഈ പുള്ളി രണ്ടു ദിവസമായിട്ട് അറിഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ഈ പുള്ളിയെ ഞാനിവിടെ നമ്മുടെ താലൂക്ക് ആശുപത്രിയോട് വെച്ച് കണ്ടോ, അവിടെ നടന്നതാണ്. നമുക്ക് കഴിച്ചോ? ചായയും മാത്രമേ കൊടുത്തോളൂ. എന്നാ ചെയ്യാൻ പറ്റുന്നത്? പുള്ളി നമുക്ക് കാര്യങ്ങളൊന്നും ലഭിച്ചാൽ മതി. നമുക്കെല്ലാം പക്ക റെഡിയാക്കി പിന്നെ എല്ലാ കാര്യങ്ങളും മതി. നമ്മൾ പഠിക്കുന്ന ആവശ്യമില്ല. രാജപ്പാ നമുക്ക് അങ്ങനെ ചെയ്യാം. ചേട്ടാ വിളിച്ചേ? അവർക്ക് കണ്ട 2 ദിവസമായിരുന്നു അപ്പച്ചനാണ്. കാരണം അപ്പച്ചന്റെ മകനൊരു ഡ്രൈവറാണെന്നുള്ളൊരു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പ്രൈവറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വാട്സപ്പ് കാണുമല്ലോ. അപ്പൊ ആ വാട്സപ്പിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ
നമുക്ക് ഈ അപ്പച്ചനെ ആ മകന്റെ അടുക്കൽ എത്തിക്കാനുള്ള ഒരു ഇത് കാണും. കിട്ടിയോ? ഓട്ടം പോവാം. ഞാൻ പോയിട്ട് അതിന്റെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. എല്ലാവരോടും വിളിക്കുന്നേ. അതെ, പുള്ളി എന്തോ മാനസികമായിട്ട് പ്രശ്നമുള്ള പുള്ളിക്കാരൻ. 2 ദിവസമായിട്ട് ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുക. ഞങ്ങൾ പുള്ളിയെ മറ്റേ ശാലോകാരനെ പോലെ കൊണ്ടാക്കാനുള്ള ചെറിയ പരിപാടി നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങളോട് അവര് വരുമോ? പിന്നെ അവര് വരും. അവരോട് പറഞ്ഞാൽ അവർ വന്നേക്ക് എടുത്തിരിക്കും. 13 ആളുകളെ താമസിപ്പിക്കുന്ന സ്ഥലം അവർ വരും. അവർ വന്നെടുക്കും. സാധനം കൊടുക്കാവേ. രാവിലെ പറ. ആഹാ അവിടെ ചെന്നോ? ആഹാ മണി ഓട്ടോട്ടെ പറഞ്ഞായിരുന്നു. ഇവിടെ ഉണ്ട്. എടാ പിന്നെ ഞങ്ങൾ പുള്ളിയെ കാരണഹോമിലേക്ക് ശാലകാരിലേക്ക് മാറ്റുവാ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, അവരെ കൂട്ടിട്ട് നേരെ അങ്ങോട്ട് വന്നാൽ മതി. അതെ ശാലകാരി. പിന്നെ ID കാർഡ് ഒരു പുള്ളിയുടെ അവിടെ ഉണ്ടെങ്കിൽ എടുക്കുക, വരുന്നവരെ എടുത്തോണ്ട് അത്രേ ഉള്ളൂ. എന്നാ പോലെ കേട്ടോ. ശരി ശരി. എനിക്ക് പോയിട്ട് അത്യാവശ്യ കാര്യമാണ്. നിങ്ങൾ ഇവിടെ നിന്നും പോരുത്. അശോക എല്ലാരും കേട്ടല്ലോ, പുള്ളിയെ കയറ്റി വിടണം. കാരണ പോലെ ചേട്ടാ ഇപ്പം വണ്ടി കൊണ്ട് വരും കേട്ടോ. എല്ലാം പറഞ്ഞ് ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് കയറ്റി വിട്ടിട്ടേ നിങ്ങൾ ഇവിടുന്ന് മാറാവുള്ളൂ. പുള്ളിയെ കയറ്റി വിടണം കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കാൻ വേണം. അതല്ലേ ഞങ്ങൾ കൊണ്ടുപോകാം. മോനെ ക്രിസ്റ്റീന, നമ്മുടെ രാജീവനെ ഒന്ന് വിളിച്ച് ആ പുള്ളിയമ്മ കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കുന്നത്. ഇവര് പറയുന്നത് വൈകിട്ട് ഞങ്ങൾ വീട്ടുകാർ വരുമെന്നാണ് പറയുന്നത്. അത്രയും നേരം നമ്മൾ നോക്കാനുള്ള നമ്മൾ ചെയ്യാനുള്ള ചെയ്യും. എന്താ സാറെ വിളിപ്പിച്ച്? നമ്മുടെ പുതിയൊരാളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ, ഒരു മണിയൻ ചേട്ടൻ. ചേട്ടനെ നമ്മൾ ഒരുക്കി ഒന്ന് റെഡിയാക്കി കുളിപ്പിച്ചത്. സാറെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ആഹാ, മണിയൻ ചേട്ടനൊക്കെ വിളിക്കാനായല്ലോ. മോനെ, മണിയൻ ചേട്ടനെ കൊണ്ടുവന്ന ഡോക്ടറെ കാണാൻ. വീട്ടിലോട്ട് കിടക്കുക. ശരി. കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു മകനെ കൂടെ തമ്പുരാൻ നമ്മളെ ലഭിച്ചിട്ടുണ്ട്. ആ മകനെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ശക്തമായിട്ട് ശ്രദ്ധിച്ച് മകന് ചോറ് അന്വേഷിക്കാൻ വേണ്ടി വന്നായിരുന്നു. ചേട്ടാ ഇവിടെ നോക്കിയാൽ ഭയങ്കര നന്ദിയുണ്ട്. 4 മണിയാകുമ്പോൾ അവർ വീട്ടുകാർ വരുമെന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, വരട്ടെ, നമുക്ക് നോക്കാം. ഇവിടെ കൊണ്ടാക്കിയത് കാര്യം നന്നായി എന്ന് പറഞ്ഞാലേ മഴയും വെയിലും കൊണ്ട് മനുഷ്യൻ അവിടെ കടത്തുമേ കിടക്കുകയല്ല ഉള്ളു. പട്ടിയുടെ ശല്യം ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം സഹിച്ച മനുഷ്യനില്ലേ അവിടെ വഴി കിടക്കുകയല്ലോ. ഇവിടെ കൊണ്ടാക്കിയോണ്ട് നമുക്ക് ആ മനുഷ്യനെ കൊണ്ടുപോലെ നോക്കാമല്ലോ. മനുഷ്യന് 4 നേരം ആഹാരവും കൊടുത്ത് മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ആ മനുഷ്യനും ജീവിക്കട്ടെ. നിങ്ങൾ കാണിച്ച മനസ്സ് വലിയ വലുതായി തന്നെ ഞങ്ങൾ കാണും. ഞങ്ങള് ഉപ്പ് നിറയെന്ന് വരികയാണ്. ഞങ്ങളുടെ മണിയൻ ചേട്ടനെ ഒരാഴ്ചയായിട്ട് കാണാനില്ലായിരുന്നു. അപ്പം ഇത് മോനാണ്, ഇതെന്റെ സഹോദരിയാണ്. ഞങ്ങള് ചേട്ടനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, പോലീസിലൊക്കെ അറിയിച്ചു. അപ്പോഴാണ് കിട്ടിയെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞത്. സഹോദരങ്ങൾ ഇവിടെ കൊണ്ടുവന്നവരെ ആക്കിയവർക്ക് നന്ദി പറയുന്നു. കൊണ്ടുവന്ന് ചേട്ടനെ നോക്കി ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കൂട്ടുകാർ അറുപത് വിളിച്ച് പറഞ്ഞായിരുന്നു, ഇന്നിപ്പം നിങ്ങൾ ഒന്ന് പറഞ്ഞായിരുന്നു. നിങ്ങളിപ്പോ കൊണ്ടുപോകാനാണോ അതോ ഇവിടെ തന്നെ ആക്കിയിട്ട് പോകാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ചെറിയ കാർഡ് വല്ലതും ഉണ്ടോ? ആ മനുഷ്യന്റെ ആധാർ കാർഡ് വല്ലതും ഉണ്ടോ? നിങ്ങൾ ചെന്ന് അങ്ങേപ്പറ ഓഫീസിലോട്ട് കാണിച്ചിട്ട് നാം ഈ വീഡിയോയിൽ കണ്ടതുപോലെ
നമുക്ക് ചുറ്റും നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുണ്ട്. ചിലരത് കണ്ടും കാണാതെയും മൈൻഡ് ചെയ്യാതെ പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഈ വീഡിയോയിലെ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാരെ കാരുണ്യഭവൻ പോലെയുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ അതിനു പറ്റിയ അധികാരികളെ ഏൽപ്പിക്കുകയോ ചെയ്താൽ ഒരു പക്ഷേ അത് ചികിത്സിച്ചാൽ മാറുന്നതായിരിക്കാം. എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് കൈ കൊടുത്തുകൂടെ?